അതിഥി ദേവോ ഭവ എന്നത് എന്തെന്നറിയാത്തൊരു മാർത്തോമാ സഭാ വൈദികൻ്റെ ധാർഷ്ട്യമാണ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ കണ്ടത്. ഇത്തരക്കാരല്ലേ ക്രിസ്ത്യാനികൾക്ക് അപമാനം? അതൊന്ന് കാണാം. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ നിന്നപ്പോൾ അച്ഛൻ വന്ന് പറഞ്ഞു, ഒരു എക്സ്റ്റംപററി പ്രയർ നടത്തിയാൽ മതിയെന്ന് പറഞ്ഞു, അല്ലാതെ പ്രാർത്ഥിക്കണ്ടെന്ന് പറഞ്ഞു. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു. നമ്മളവിടെ ശുശ്രൂഷയൊന്നും നടത്താനല്ലല്ലോ പോയത്, നമ്മൾ ഒരു പ്രമേയം വായിച്ച് സാധാരണ പോലെ പ്രാർത്ഥിക്കും, അത് ചെയ്യാറുള്ളത്. അപ്പോൾ അച്ഛൻ പറഞ്ഞ നമ്മൾ പ്രാർത്ഥനകളൊന്നും നടത്താൻ പാടില്ല, ഒരു എക്സ്റ്റംപററി പ്രയർ പ്രാർത്ഥിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പം അതേ പറഞ്ഞുള്ളൂ. അപ്പം അച്ഛൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു. അപ്പം അന്നേരം നമ്മുടെ ശങ്കരത്തിൽ അച്ഛനെ പറഞ്ഞു, ഞങ്ങളും എല്ലായിടത്തൊക്കെ പോകുന്നവരാണ്, നമ്മളും എവിടെയെല്ലാം പോകുന്നു. ഇപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മുടെ പള്ളിയിൽ ഒരു കല്യാണം ഉറപ്പുണ്ടായിരുന്നു, അത് മർത്തോമായെന്നായിരുന്നു. മർത്തോമായിൽ 4-5 അച്ഛന്മാരുണ്ടായിരുന്നു. എല്ലാ പ്രാർത്ഥനയും നമ്മൾ അവരെ കൊണ്ടാണ് ചൊല്ലിച്ചത്. കൗമായിട്ടത് മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്ത്, ബാക്കി എല്ലാം അവരെ കൊണ്ടാണ് ജയിച്ചത്. നമ്മൾ വരുന്നവരെ ആദരിക്കാറുണ്ട്. അപ്പം നമ്മൾ ചെന്നിട്ട് അച്ഛനൊരു ഇന്നടത്തുനിന്ന് വന്നിട്ടുണ്ട്, അല്ലെ ഇന്ന പള്ളിയിൽ നിന്നാണ് അച്ഛന്മാർ വന്നിട്ടുണ്ട്, അവർ പ്രാർത്ഥിക്കുക എന്നൊന്നും ഒരു ഇൻട്രൊഡക്ഷൻ പോലും അച്ഛൻ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ നിന്നു. അച്ഛൻ വന്ന് പറഞ്ഞു, എക്സ്റ്റംപററി പ്രയർ, വാചാ പ്രാർത്ഥന മാത്രം നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. അതാ സംഭവം. ഞങ്ങൾ പിന്നെ ജസ്റ്റ് ഒരു വാചാ പ്രാർത്ഥന അച്ഛൻ ശങ്കരത്തിൽ അച്ഛൻ നടത്തി, ഞാൻ ആശീർവാദം പറഞ്ഞ് ഞങ്ങൾ ഇനി ഇറങ്ങിപ്പോന്നു. അല്ല വേറെ ഒരു അനുശോചനം പോലും പറയാനുള്ള സാഹചര്യം ഉണ്ടായില്ല. അച്ഛനൊരു വാക്ക് നന്ദിയും പറഞ്ഞില്ല. നമ്മൾ സജി അവിടെ നിന്ന് ഇത്ര നാൾ അപ്പച്ചനെ നോക്കിയതൊക്കെ അല്ലേ, അതുകൊണ്ടല്ലേ നമ്മൾ പോയത്, നമ്മൾ പോകത്തില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു സംഭവമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അങ്ങനെ വലിയ പ്രശ്നമൊന്നും അല്ല. പക്ഷെ നമുക്കതൊരു നമ്മളെ ഒരു അപമാനിക്കുന്നില്ലയോ ഇല്ലയോ. അവിടെ ലൈവെല്ലാം ഉണ്ട്. നമ്മൾ വരുന്നവരെ, നമ്മളിപ്പം നമ്മുടെ വീട്ടിൽ ഒരു മരണം നടന്നാൽ മറ്റൊരു അച്ഛൻ വന്നാൽ പ്രാർത്ഥിക്കണം നമ്മൾ പറയും. എത്രയോ ഇടത്ത് നടക്കുന്നു. പെന്തിക്കോസിൽ പോലും മരിച്ചു കിടക്കുന്നിടത്ത് നമ്മൾ പോയി നമ്മുടെ ശുശ്രൂഷ നടത്തി, എനിക്കറിയാം, ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പം നമ്മളോട് അതുപോലെ എളുപ്പമുള്ള വീടാണെങ്കിൽ, എന്തൊക്കെ ഉള്ളവരാണെങ്കിൽ നടത്തിയിട്ടുണ്ട്. ഇപ്പം മർത്തമായാലും കത്തോലിക്കലായാലും എവിടെ ആയാലും നമ്മൾ പോകുന്നുണ്ടെ ശുശ്രൂഷകളുടെ പൂർണ്ണമായിട്ടല്ലെങ്കിലും പ്രമേയമൊക്കെ വായിച്ച് പ്രാർത്ഥിക്കാറുണ്ട്, നമ്മുടെ മക്കളിനൊപ്പമൊക്കെ ചൊല്ലാറുണ്ട്. അത് സ്വാഭാവികമായിട്ട് ചെയ്യുന്ന കാര്യം. അപ്പം അതൊന്നും വേണ്ട, ഒരു വാചാപ്രാർത്ഥന മാത്രം നടത്തിയിട്ട് പൊക്കോന്നൊക്കെ കർശനമായിട്ട് അച്ഛനങ്ങ് പറഞ്ഞപ്പോൾ നമുക്കതൊരു പ്രയാസം തോന്നിയെന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മാർത്തോമാ സഭയുടെ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലീത്തയുടെ ഭൗതിക ശരീരത്തിൽ ഓർത്തഡോക്സ് സഭ ആദരമർപ്പിച്ചു. കറുത്ത കുപ്പായമണിഞ്ഞ വൈദികരും മെത്രാപ്പോലീത്തമാരും ഓർത്തഡോക്സ് സഭയുടെ എഴുതപ്പെട്ട പ്രാർത്ഥനകൾ ശവസംസ്കാര ക്രമത്തിൽ നിന്ന് നോക്കി തന്നെയാണ് പ്രാർത്ഥിച്ചത്. ജോസഫ് മാർത്തോമയുടെ കബറടക്ക വേളയിൽ യാക്കോബായ വിഭാഗത്തിലെ മെത്രാപ്പോലീത്തമാർ പങ്കെടുത്ത് എഴുതപ്പെട്ട പ്രാർത്ഥനകൾ പുസ്തകത്തിൽ നോക്കി തന്നെയാണ് ചൊല്ലിയത്. ഇതൊക്കെ നടന്നത് മാർത്തോമാക്കയുടെ പുലാത്തീൻ അരമനയിലാണ്. അവിടെ ഒന്നും ചോദ്യം ചെയ്യപ്പെടാത്ത ഈ സംഗതി ചോദ്യം ചെയ്യാൻ ഈ അഭിനവ നവീകരണക്കാരൻ കത്തനാർ എവിടെ നിന്നും വന്നു? അരമനയിൽ നടക്കാത്ത കാര്യം ആ വീട്ടിൽ പറയാൻ ആ അച്ഛന് ഒരവകാശവുമില്ല. കത്തനാർക്ക് വികാരി എന്ന പദവി പള്ളിയിൽ മാത്രം. ഈ ഭവനത്തിൽ അയാൾക്കെന്ത് അവകാശം, എന്തധികാരം? അവിടെ ആര് പ്രാർത്ഥിക്കണമെന്നും ആര് പ്രസംഗിക്കണമെന്നും തീരുമാനിക്കേണ്ടത് ആ ഭവനത്തിൻ്റെ അംഗങ്ങളാണ്. കാരണം ആ ഭവനത്തിൽ വരുന്നത് അവരുടെ ബന്ധുമിത്രാദികളും സഹപ്രവർത്തകരുമാണ്. കുപ്പായമുണ്ടെന്ന് കരുതി എന്ത് തോന്നിയ അവസ്ഥവും ചെയ്യാവുന്നാണോ അയാൾ കരുതിയിരിക്കുന്നത്? അച്ഛൻ അങ്ങോട്ട് മാറി നിൽക്കാൻ ആ വീട്ടുകാർ പറഞ്ഞിരുന്നെങ്കിൽ ആ കോപ്രായം കാട്ടിയ വൈദികൻ എന്ത് ചെയ്യുമായിരുന്നു? സമൂഹ മധ്യത്തിൽ സ്വയം പരിഹാസം ഏൽക്കേണ്ടി വരുമായിരുന്നില്ലേ? എൻ്റെ സ്നേഹിതരും ബന്ധുക്കളുമാണ് അവിടെ വന്നിരിക്കുന്നത്, അവരെൻ്റെ അതിഥികളാണ്. ആ വകതിരിവ് ആ വൈദികന് ഇല്ലാതെ പോയി. എന്നാൽ ഇന്നലെയും കോടതി എങ്ങനെ അതിഥികളെ മാനിക്കണമെന്ന് എടുത്തു പറയുകയുണ്ടായി. അത് ക്രിസ്ത്യാനിക്ക് അറിയില്ലെങ്കിൽ ഇവരൊക്കെ എന്ത് ക്രിസ്ത്യാനികൾ? ആതിഥ്യ മര്യാദ അറിയാത്തവനോട് എന്ത് പറയാനാണ്? പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വിഷയത്തിൽ ഇത്തരം വിവരദോഷികളായ മതാചാര്യന്മാരോട് ഇന്നലെയും കോടതി പറഞ്ഞു അതിഥികളെ നിന്ദിക്കുന്നത് തെറ്റാണെന്ന്. എന്നിട്ടും ഇവർക്കൊന്നും ഇതൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് ചെയ്യുക? കോടതി എന്നിട്ട് കോട്ട് ചെയ്തതോ ഉപനിഷത്തിലെ മഹത് വചനങ്ങളും. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ. CSI കൊല്ലം കൊട്ടാരക്കര മഹാ ഇടവകയുടെ ബിഷപ്പായ റൈറ്റ് റവറൻഡ് ഡോക്ടർ ഉമ്മൻ ജോർജ് ചർച്ച് ഓഫ് ഗോഡ് എന്ന പെന്തക്കോസ്ത് സഭയുടെ മീറ്റിങ്ങിൽ പ്രസംഗത്തിന് പോയപ്പോൾ അന്യഭാഷ ലഭിച്ചയാൾ മർത്തോമയുടെ സഭയുടെ കുർബാനയിൽ ഓന്തിൻ്റെ നിറം മാറുന്നതുപോലെ സുറിയാനി സഭയുടെ കാപ്പായുമിട്ട് വിശുദ്ധ കുർബാന ചൊല്ലി. വിശുദ്ധ കുർബാന എന്നത് ദിവ്യമായൊരു കൂദാശയാണ്. എന്നാൽ മരണവീട്ടിലെ പ്രാർത്ഥന എന്നതൊരു കൂദാശയാണോ? വിശുദ്ധ കുർബാനയിൽ ബിഷപ്പ് ഡോക്ടർ ഉമ്മൻ ജോർജ് തോന്നിയ അവസ്ഥ കാട്ടിയപ്പോൾ ഈ കത്തനാർ എവിടെയായിരുന്നു? അപ്പോൾ അയാൾക്ക് വേണ്ടത് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രാർത്ഥനയല്ല, ബിഷപ്പ് ഉമ്മൻ ജോർജിനെ പോലെ മറുഭാഷയിലുള്ള പ്രാർത്ഥനയാണ്. ഇയാൾക്കൊക്കെ കുപ്പായം കൊടുത്തത് ആരാണാവോ?